2025 ഏപ്രിൽ മാസത്തിലെ കണക്കനുസരിച്ച് അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. എന്നാൽ വിസ കിട്ടാനുള്ള കാലതാമസം, പഠനശേഷം അവിടെ ജോലി ചെയ്യാനുള്ള അവസരങ്ങളിലെ കുറവ് എന്നിവ ഇവരെ വലയ്ക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളുണ്ടെങ്കിലും പഠനത്തിനുള്ള വഴികൾ ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. പക്ഷേ കൂടുതൽ നിയന്ത്രണങ്ങളും സൂക്ഷ്മ പരിശോധനകളും ഉണ്ടാകും എന്ന് മാത്രം. അമേരിക്കയിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കയിലെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വലിയ സ്ഥാനമുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവരുടെ എണ്ണം കൂടി വരികയാണ്. ഓപ്പൺ ഡോർ റിപ്പോർട്ട് അനുസരിച്ച് 2023-24 അധ്യയന വർഷത്തിൽ 3,31,602 ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർന്നിട്ടുണ്ട്. 2009 ശേഷം ആദ്യമായി ഇന്ത്യ ചൈനയെ മറികടന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ അമേരിക്കയിലേക്ക് അയക്കുന്ന രാജ്യമായി മാറി. മൊത്തം വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 29.4% ഇന്ത്യക്കാരാണ്. വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ഇത്രയധികം വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠിക്കാൻ പോകുന്നത് അമേരിക്കൻ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയും അവിടെ കിട്ടുന്ന ജോലി സാധ്യതകളും കാരണമാണ്. പക്ഷേ പുതിയ നിയമങ്ങളും വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും ഈ വഴി കൂടുതൽ ദുഷ്കരമാക്കുന്നുണ്ട്. എണ്ണത്തിലെ വളർച്ചയും വിതരണവും എങ്ങനെയാണെന്ന് നോക്കാം. വിസയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്നത് അവരുടെ പഠിക്കാനുള്ള ആഗ്രഹത്തെയാണ് കാണിക്കുന്നത്. സ്റ്റീം പോലുള്ള വിഷയങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. കാരണം ഈ വിഷയങ്ങൾ പഠിച്ചാൽ പഠനശേഷം OPT വഴി കൂടുതൽ കാലം ജോലി ചെയ്യാൻ സാധിക്കും. F1 വിസ കിട്ടാനുള്ള എണ്ണം കുറയുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 2023 1,03,495 വിസകൾ കൊടുത്ത സ്ഥാനത്ത് 2024 വെറും 64,008 വിസകളാണ് കൊടുത്തത്. ഇത് 38% കുറവാണ് കാണിക്കുന്നത്. കൂടുതൽ പരിശോധനകളും കുടിയേറ്റ നിയമങ്ങളിലെ മാറ്റങ്ങളുമാണ് ഇതിന് കാരണം. വിസ നിരസിക്കുന്നവരുടെ എണ്ണം കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. 2023-24 സാമ്പത്തിക വർഷത്തിൽ 41% F1 വിസ അപേക്ഷകളും നിരസിച്ചു. ഇത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. 2023-24 ഏകദേശം 6.79 ലക്ഷം അപേക്ഷകളിൽ 2.79 ലക്ഷം അപേക്ഷകളും നിരസിക്കപ്പെട്ടു. വിസ കിട്ടാനുള്ള കാലതാമസവും നടപടിക്രമങ്ങളിലെ മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. വിസ കിട്ടാനുള്ള കാലതാമസം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വലിയൊരു പ്രശ്നമാണ്. 2023 ഇത് 1000 ദിവസങ്ങൾ വരെ ആയിരുന്നു. ഇപ്പോഴത് ഏകദേശം 250 ദിവസമായി കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇത് കാരണം പല വിദ്യാർത്ഥികൾക്കും കൃത്യസമയത്ത് കോളേജിൽ ചേരാൻ പറ്റുന്നില്ല. 2025 ഏപ്രിൽ മുതൽ വന്ന പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിസ കാലാവധി കഴിഞ്ഞ് 12 മാസത്തിൽ കൂടുതൽ കഴിഞ്ഞാൽ വിസ പുതുക്കൽ നേരിട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ രേഖകൾ ആവശ്യമാണ്. ഇന്റർവ്യൂവിന് 72 മണിക്കൂർ മുമ്പ് രേഖകൾ അപ്ലോഡ് ചെയ്യണം. അപേക്ഷകരുടെ യാത്രാ വിവരങ്ങളും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും കൂടുതൽ ശ്രദ്ധിക്കും. ഈ മാറ്റങ്ങൾ വിസ കിട്ടാനുള്ള സമയം കൂട്ടുകയും വിദ്യാർത്ഥികളെ പഠനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. F1 വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനവും ജീവിത ചെലവുകളും വഹിക്കാൻ ആവശ്യമായ പണമുണ്ടെന്ന് തെളിയിക്കണം. അതിനായി അവർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കേണ്ടി വരും. സ്ഥാപനവും സ്ഥലവും അനുസരിച്ച് $20,000 മുതൽ $40,000 വരെ ബാങ്ക് ബാലൻസ് ഉണ്ടായിരിക്കണം. ഒരു വർഷത്തെ ട്യൂഷൻ ഫീസ് $10,000 മുതൽ $50,000 വരെയാണ്. വർഷം തോറും $10,000 മുതൽ $15,000 വരെ ജീവിക്കാനുള്ള പണം വേണം. പുസ്തകങ്ങൾക്കും മറ്റും ചിലവുകൾക്കുമായി $1,000 മുതൽ $2,000 വരെ കരുതണം. ഈ സാമ്പത്തിക ആവശ്യകതകൾ പല ഇന്ത്യൻ കുടുംബങ്ങൾക്കും താങ്ങാൻ പറ്റാത്തതാണ്. രൂപയുടെയും ഡോളറിൻ്റെയും വിലയിലുള്ള മാറ്റങ്ങൾ ഇതിനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നു. പണം അക്കൗണ്ടിൽ ഉണ്ടായിരുന്നതിൻ്റെ രേഖകൾ കൃത്യമായി കാണിക്കണം. അപേക്ഷിക്കുന്നതിന് 3 മാസം മുൻപെങ്കിലും പണം അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. എന്തൊക്കെ രേഖകളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, അത് 3 മുതൽ 6 മാസത്തിനുള്ളിൽ എടുത്തത്. കുടുംബാംഗങ്ങളാണ് സഹായിക്കുന്നതെങ്കിൽ അവരുടെ സത്യവാങ്മൂലം ആവശ്യമാണ്. ലോൺ അപ്രൂവൽ ലെറ്റർ ഇല്ലെങ്കിൽ സ്കോളർഷിപ്പ് രേഖകൾ. ഈ പണത്തിൻ്റെ ഉറവിടം കോൺസുലാർ ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ട്രംപ് ഭരണകൂടത്തിൻ്റെ നയമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2025 ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതോടെ കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. F1 വിസ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ സാധ്യതയുണ്ട്. വിസയുടെ കാലാവധി 4 വർഷമായി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ചില കേസുകളിൽ ഇത് 2 വർഷം വരെയാകാം. 2025 വിസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നു. ട്രംപ് ഭരണകൂടം കുടിയേറ്റത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തു. ഇത് വിദേശ വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിച്ചു. കൂടുതൽ പരിശോധനകളും കർശന നിയമങ്ങളും ഇന്റർവ്യൂകളും ഇതിൽ ഉൾപ്പെടുന്നു. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടം ആദ്യം വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയിരുന്നു. പിന്നീട് അത് പുനഃസ്ഥാപിച്ചു. ഈ റദ്ദാക്കൽ കാരണം വിദ്യാർത്ഥികൾക്ക് നാടുകളിലേക്ക് പോകേണ്ടി വരുമെന്ന സ്ഥിതിയായി.
ഇതിനെതിരെ 100-ലധികം വിദ്യാർത്ഥികൾ കേസ് കൊടുത്തിരുന്നു. ഇത്തരം മാറ്റങ്ങൾ കാരണം അമേരിക്കയിൽ പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവിക്കുള്ള ഏറ്റവും വലിയ ഭീഷണി OPT പ്രോഗ്രാം ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് എന്നതാണ്. ഈ പ്രോഗ്രാം ഇല്ലാതാക്കിയാൽ പഠനശേഷം അമേരിക്കയിൽ ജോലി ചെയ്യാൻ സാധിക്കാതെ വരും. OPT പ്രോഗ്രാം വഴി F1 വിസയിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനശേഷം 1 വർഷം വരെ അവിടെ ജോലി ചെയ്യാം. സ്റ്റീം വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് 24 മാസത്തേക്ക് കൂടി ഇത് നീട്ടിക്കിട്ടും. 2023-24 വർഷത്തിൽ ഏകദേശം 97,556 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഈ പ്രോഗ്രാം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഈ നിയമം പാസാക്കിയാൽ വിദ്യാർത്ഥികൾ ഉടൻ തന്നെ H1B വിസ എടുക്കണം, അല്ലെങ്കിൽ രാജ്യം വിട്ടുപോകേണ്ടി വരും. ഇത് 3 ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കും. കാരണം പലരും OPT ഉപയോഗിച്ചാണ് ജോലി പരിചയം നേടുന്നതും പിന്നീട് അവിടെ സ്ഥിരതാമസമാക്കുന്നതും. OPT ഇല്ലാതാകുന്നത് വിദ്യാർത്ഥികളെ മാത്രമല്ല ബാധിക്കുന്നത്, ഇത് അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെയും പുതിയ കണ്ടുപിടുത്തങ്ങളും തൊഴിലവസരങ്ങളെയും ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. പുതിയ സാഹചര്യത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വിസ നിരസിക്കുന്നവരുടെ എണ്ണം കൂടുന്നതുകൊണ്ട് അപേക്ഷകൾ വളരെ ശ്രദ്ധയോടെ തയ്യാറാക്കണം. എല്ലാ രേഖകളും കൃത്യമായിരിക്കണം. DS-160 പോലുള്ള ഫോമുകളിലെ ബാർകോഡുകൾ ശ്രദ്ധിച്ച് പൂരിപ്പിക്കുക. സ്ഥിരമായ സാമ്പത്തിക സ്ഥിതി കാണിക്കുന്ന രേഖകൾ നൽകുക. അപേക്ഷിക്കുന്നതിന് 3 മാസം മുമ്പെങ്കിലും പണം അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. പഠനശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള ഉദ്ദേശമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ നൽകുക. ഇന്റർവ്യൂവിനുള്ള പരിശീലനം നേടുന്നത് നല്ലതാണ്. OPTക്ക് നിയന്ത്രണങ്ങൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വിദ്യാർത്ഥികൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കോളേജുകളിൽ നല്ല കരിയർ സർവീസുകളും ഇന്റേൺഷിപ്പ് അവസരങ്ങളും ഉണ്ടോ എന്ന് അന്വേഷിക്കുക. പഠനത്തിനിടയിൽ ജോലി ചെയ്യാനുള്ള അവസരങ്ങളുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. പഠനശേഷം ജോലി കിട്ടിയില്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളെക്കുറിച്ച് ആലോചിക്കുക. കൂടുതൽ ആളുകളുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും അമേരിക്കയിൽ പഠിക്കാൻ സാധിക്കും, പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ളതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ട്. വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, കൂടുതൽ സമയമെടുക്കുന്നത്, സാമ്പത്തികപരമായ കാര്യങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, പഠനശേഷം ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കുറയുന്നത് എന്നിവയെല്ലാം വലിയ വെല്ലുവിളികളാണ്. എങ്കിലും നല്ല തയ്യാറെടുപ്പുകളോടെ സാമ്പത്തികമായി സുരക്ഷിതരായ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ പഠിക്കാം. നിയമങ്ങളിൽ എപ്പോഴും മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ തയ്യാറാകുക. അമേരിക്കയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നന്നായി തയ്യാറെടുത്ത് സാഹചര്യങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക.